Hi, my name is Asalanex. ഞാനൊരു ഡോക്ടർ ക്ലിനിക് ലാബ് ടെക്നീഷ്യനെ വർക്ക് ചെയ്യുന്നു. ഞാനിവിടെ കൊളസ്ട്രോളിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. FLP ഫാസ്റ്റിംഗ് ലിപ്പിഡ് പ്രൊഫൈൽ മിനിമം 8 to 12 hours ഫാസ്റ്റിംഗിലാണ് കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുന്നത് ഏറ്റവും ബെറ്റർ. അതായത് കൊളസ്ട്രോൾ എല്ലാ സമയത്തും അപകടകാരി ആവുന്നില്ല. കൊളസ്ട്രോൾ അപകടകാരിയാവുന്നത് നോർമൽ റേഞ്ചിന് മുകളിലേക്ക് പോകുന്നു. വാല്യൂസ് കൊളസ്ട്രോൾ ടെസ്റ്റിന്റെ അബ്നോർമൽ വാല്യൂസ്. ടോട്ടൽ കൊളസ്ട്രോൾ 200-250 ഇടയിലാണെങ്കിൽ നമുക്ക് ഡയറ്റ് അതുപോലെ തന്നെ എക്സസൈസ് തുടങ്ങിയവ ചെയ്ത് പരിഹരിക്കാവുന്നതാണ്. 250 മുകളിലാണെങ്കിൽ തീർച്ചയായും നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ട്രൈഗ്ലിസറൈഡ്, അതായത് നോർമൽ വാല്യൂസ് വരുന്നത് 150 താഴോട്ടാണ്. 150 മുകളിലോട്ടാണെങ്കിൽ 150 to 200 ആണെങ്കിൽ ഡയറ്റ് അതുപോലെ തന്നെ എക്സസൈസ് പരിഹരിക്കാവുന്നതാണ്. അതിനകത്ത് മുകളിൽ പോകുന്നതാണെങ്കിലും തീർച്ചയായും ഡോക്ടറെ കൺസൾട്ടേഷൻ ആവശ്യമാണ്. പിന്നെ കൊളസ്ട്രോൾ ടെസ്റ്റിന്റെ അണ്ടർപോയിന്റ് ടെസ്റ്റാണ് HDL ഉം LDL ഉം. HDL ഗുഡ് കൊളസ്ട്രോൾ എന്നും LDL ബാഡ് കൊളസ്ട്രോൾ എന്നും അറിയപ്പെടുന്നു. ഈ ടെസ്റ്റ് നമ്മുടെ ശരീരത്തിൽ നോർമൽ വാല്യൂവിനേക്കാൾ നല്ല രീതിയിൽ അധികമാകുമ്പോഴാണ് ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് തുടങ്ങിയവ ഉണ്ടാവാൻ കൂടുതൽ സാധ്യതയുള്ളത്. നമ്മുടെ ശരീരത്തിൽ ഫാറ്റി ഫുഡ്, ഓയിലി ഫുഡ് തുടങ്ങിയവ കൊണ്ടും അതുപോലെ തന്നെ ചില ആൾക്കാരുടെ ശരീരത്തിൽ ഹോർമോൺ റിലേറ്റഡ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. താങ്ക് യു.